വന്ദേ ഭാരത് എക്സ്പ്രസിൽ വീണ്ടും പഴകിയ ഭക്ഷണം. കാലാവധി കഴിഞ്ഞ ജ്യൂസ് കണ്ടെത്തി. ഒരാഴ്ച മുൻപും പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തിരുന്നു. ഭക്ഷണ വിതരണത്തിന്റെ കരാർ എടുത്ത സ്ഥാപനത്തിനെതിരെ നിയമ നടപടിയുമായി റെയിൽവേ നീങ്ങുമ്പോഴാണ് കാലാവധി അവസാനിച്ച ജ്യൂസും കണ്ടെത്തിയത്. ശ്രീനന്ദ ചേരുന്നു വിവരങ്ങളുമായി. ശ്രീനന്ദ, ഈ കരാർ സ്ഥാപനത്തിനെതിരെ നിയമ നടപടിയുമായി മുമ്പോട്ട് പോകാൻ ഒരുങ്ങുകയായിരുന്നു റെയിൽവേ. എപ്പോഴാണ് വീണ്ടും ഇത്തരത്തിൽ ഈ പഴകിയ ഭക്ഷണം പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? എന്താണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും വീണ, ഈ ഒരു ഭക്ഷണ വിതരണത്തിന്റെ കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ കരാർ സ്ഥാപനത്തിനെതിരെ നിയമ നടപടിയുമായി നീങ്ങുന്നതിനിടെയായിരുന്നു ഇപ്പോൾ വീണ്ടും മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരതിൽ കാലാവധി കഴിഞ്ഞ ജ്യൂസ് വിതരണം ചെയ്തത്. മാർച്ച് 24-ന് കാലാവധി അവസാനിച്ച ജ്യൂസാണ് ഇന്ന് യാത്രക്കാർക്ക് വിതരണം ചെയ്തത്. മുൻപും സമാന രീതിയിൽ ഈ കരാറുകാർക്കെതിരെ പരാതി ലഭിച്ചിരുന്നു. റെയിൽവേ അതിനുകൂടെ റെയിൽവേ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോഴായിരുന്നു ഇപ്പോൾ വീണ്ടും ഈ ഒരു കാലാവധി അവസാനിച്ച ജ്യൂസ് കണ്ടെത്തിയത്. വ്യാഴാഴ്ച മംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിനാണ് കാലാവധി കഴിഞ്ഞ് ജ്യൂസ് പാക്കറ്റുകൾ വിതരണം ചെയ്തിരിക്കുന്നത്. മാർച്ചിൽ കാലാവധി അവസാനിച്ചു, അതായത് കാലാവധി അവസാനിച്ച് 2 മാസത്തോളമായ പാനീയമാണ് യാത്രക്കാർക്ക് ഈ കമ്പനി നൽകിയിരിക്കുന്നത്. മുൻപും ഈ കരാറുകാർക്കെതിരെ നിയമ നടപടികൾക്ക് ഒരുങ്ങുകയാണ് റെയിൽവേ. മുൻപും നിയമ നടപടി സ്വീകരിച്ചെങ്കിലും അല്ലെങ്കിൽ ഒരുങ്ങാനിരിക്കവെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീണ്ടും ഒരു കുറ്റകൃത്യം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും റെയിൽവേ ഇതിനെതിരെ കർശന നടപടി എടുക്കുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. വീണ. ശരി ശ്രീനന്ദ.